ജാതി സർട്ടിഫിക്കറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഔദാര്യമല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പാർശ്വവൽകൃത സമൂഹമായ പട്ടികജാതി സമൂഹങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശമാണ് സംവരണം. വിദ്യാഭ്യാസത്തിനും തൊഴിലിനും സംവരണം ലഭിക്കുന്നത് റവന്യൂ അധികാരികൾ സാക്ഷ്യപ്പെടുത്തിയ ജാതി സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ഇതിനാൽ തന്നെ പലപ്പോഴും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണെന്നും സമരക്കാർ പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതിൽ ഭൂരിപക്ഷവും തമിഴ് വിഭാഗത്തിൽ പെടുന്നവരാണ്. ഇവർ 1950 മുൻപ് ജില്ലയിൽ കുടിയേറി പാർത്തവരാണ് എന്ന രേഖ ഹാജരാക്കണമെന്ന നിബന്ധന തികച്ചും അപ്രായോഗികമാണ്. സുപ്രീം കോടതിയുടെ വിധിയിൽ ഈ വ്യവസ്ഥ അസാധുവാക്കിയിട്ടുള്ളതുമാണ്. എന്നാൽ ഇപ്പോഴും ഇത്തരം മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കാനാണ് റവന്യൂ അധികൃതർ ശ്രമിക്കുന്നത്. വിദ്യാലയങ്ങൾ തുറന്നിരിക്കുന്ന ഈ സമയത്ത് കുട്ടികൾക്ക് അർഹമായ സംവരണവും സംവരണ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ജാതി സർട്ടിഫിക്കറ്റ് അത്യന്താപേക്ഷിതമാണ്. ഈ സാഹചര്യത്തിലാണ് PKS സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ഓഫീസിന് മുൻപിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പീരുമേട് താലൂക്ക് ഓഫീസിന് മുൻപിലേക്ക് PKS പീരുമേട് ഏലപ്പാറ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന സഹകരണ പെൻഷനേഴ്സ് ബോർഡ് ചെയർമാൻ R. തിലകൻ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ തഹസിൽദാരുടെ ഔദാര്യമല്ല ജാതി സർട്ടിഫിക്കറ്റ്, ഭരണഘടനാപരമായ അവകാശമാണ് എന്ന മുദ്രാവാക്യം PKS സ്വീകരിക്കുന്നത്. ഇതിന് മറ്റൊരു അപകടം കൂടിയുണ്ട്. ആ അപകടമാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ സാധാരണക്കാരായ മനുഷ്യരെ തിരിച്ചുവിടുക, ഗവൺമെന്റിനെതിരായി ചിന്തിപ്പിക്കുക എന്നതാണ്. ഇവിടെ മാത്രമല്ല, ഗവൺമെന്റിന്റെ സമീപനം എന്ത്? ഗവൺമെന്റിന്റെ സമീപനം സാധാരണ മനുഷ്യരായിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തരത്തിലുള്ള സമീപനവും ഗവൺമെന്റ് സ്വീകരിച്ചുകൂടാ, ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചുകൂടാ എന്നതാണ്. യോഗത്തിൽ MC സുരേഷ് അധ്യക്ഷനായിരുന്നു. PKS ഇടുക്കി ജില്ലാ സെക്രട്ടറി KG സത്യൻ, CPIM പീരുമേട് ഏരിയ സെക്രട്ടറി S. സാബു, ഏലപ്പാറ ഏരിയ സെക്രട്ടറി MT സജി, പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായ VS പ്രസന്നൻ, R. ദിനേശൻ, PKS സംസ്ഥാന കമ്മിറ്റി അംഗം R. സെൽവത്തായി, PKS ഏലപ്പാറ ഏരിയ സെക്രട്ടറി VP സുരേഷ്, പീരുമേട് ഏരിയ സെക്രട്ടറി P. ചെല്ലദുരൈ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.